ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇരുളിൻ്റെ ഒരു പൊട്ടുപോലുമില്ലാതെ ജീവിക്കുക എത്ര മഹത്തരമാണത്. നമ്മുടെ ഹൃദയത്തിലെ മരുഭൂമികളിലാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പോലും പ്രലോഭനങ്ങളെ നേരിട്ടിട്ടുണ്ട്. അതിനെ എങ്ങനെ അതിജീവിക്കുക എന്നതാണ് പ്രധാനം. ഇന്നത്തെ യുവതലമുറയിൽ നേരിയ ഭാഗം എങ്കിലും ഈ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് വഴിതെറ്റുന്നവരാണ്. ഭൂരിഭാഗം യുവജനങ്ങൾക്കും ജീവിതത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഈ യുവജനങ്ങളെ വളരെയധികം അടുത്തറിഞ്ഞ സ്റ്റുഡൻറ്റ് കൗൺസിലറും പ്രീ മാരിറ്റൽ കൗൺസിലറും പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരിയുമായ ശ്രീമതി ഗ്രേസ് ലാലാണ് ഇന്ന് ഈ ചർച്ച നയിക്കുന്നത്. മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത്രയും നാളത്തെ കൗൺസിലിംഗ് രംഗത്തെ പരിചയം കൊണ്ടും പല പല സെമിനാറുകൾ എടുത്തുള്ള പരിചയം കൊണ്ടും മാഡത്തിന് യുവതലമുറയെ എന്തുമാത്രം അടുത്തറിയാം? യൂത്തിനെ കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? യൗവനം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം. സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങളൊക്കെ നിറയുന്ന ഒരു കാലം. മാത്രമല്ല, യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഒത്തിരിയേറെ വരുന്ന ഒരു കാലമാണ് യൗവനം എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവും ബൗദ്ധികമായ തലങ്ങളിൽ അവർക്ക് വ്യത്യാസം വരുന്ന ഒരു കാലം. പണ്ടത്തെ യുവജനങ്ങളിൽ നിന്ന് ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. കാരണം കുടുംബ വ്യവസ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ വളർത്തലിൽ വന്ന മാറ്റങ്ങളൊക്കെ അതിൻ്റെ ഓരോ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം, ഞാനൊന്ന് ഇൻ്റർഫിയർ ചെയ്യാണ്. കുടുംബ വ്യവസ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ എന്ന് മാഡം പറഞ്ഞു. എന്താണ് അന്നത്തേതിൽ നിന്ന്, പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ കുടുംബ വ്യവസ്ഥിതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? നമുക്കൊരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു പണ്ട്. നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന വല്യപ്പൻ, വല്യമ്മ, ചിറ്റപ്പന്മാർ, ആൻറ്റിമാർ, അങ്ങനെ ഒരു കുറേ പേര് കൂടിയായിരുന്നു ഒരാളെ പരിശീലിപ്പിച്ചെടുത്തോണ്ട്. മാത്രമല്ല, അവരുടെ യൗവനത്തിൽ അവർക്ക് പരിശീലനം വീടുകളിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. മുതിർന്ന തലമുറ എപ്പോഴും ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ വീടുകൾ ചെറിയ ചെറിയ കുടുംബങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു പോയി. ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നതോടെ ഭാര്യ, ഭർത്താവ്, അങ്ങേയറ്റം പോയാലും 3 മക്കൾ, 1, 2 അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 1, 2, 3 മക്കൾ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടൽ അവിടെ വരുന്നുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ മാതാപിതാക്കൾക്ക് 1, 2 പിള്ളേരെ ഉള്ളെങ്കിൽ അവർ ഈ കുട്ടികളിലേക്കൊരു ശ്രദ്ധ കൂടുതൽ പതിക്കുകയാണ്. കാരണം അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും 2 പേരെ ചുറ്റിപ്പറ്റിയാണ്. അവർ ജീവിക്കുന്ന ഇവർക്ക് വേണ്ടിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മാതാപിതാക്കൾ പിള്ളേരുടെ പുറകെ പഴയതിനേക്കാൾ ഏറെ കൂടുതൽ നടക്കുന്നു. അപ്പോൾ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പഴയതിനേക്കാൾ ഏറെ കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പാരമ്പര്യം കുറച്ചൊക്കെ യുവതലമുറയുടെ സ്വഭാവങ്ങളെ, അതായത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ്. 1 ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം, 2 സാഹചര്യങ്ങൾ, 3 റോൾ മോഡൽസ് അല്ലെങ്കിൽ മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് വാങ്ങിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. ഒരു കുട്ടി ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകളേറെയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ജീനിലൂടെ വരുന്നതാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ 23 ക്രോമസോം അച്ഛൻ്റെതും 23 അമ്മയുടേതുമാണ്. മുടക്കുമുതൽ 2 പേർക്കും ഈക്വലാണ്. പക്ഷേ കൊച്ചു മിടുക്കനാണെങ്കിൽ അപ്പം പറയും അവൻ എൻ്റെ മോനാന്ന്, അമ്മ പറയാം അവൻ എൻ്റെ മോൻ. അത് നമ്മൾ വീട്ടിൽ പറയും. പക്ഷേ ഒരു ജീനിലൂടെ വരുന്നത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ എവിടെ പരിശീലിപ്പിച്ചാലും
നമ്മുടെ വീട്ടിൽ നിന്നല്ല അവന് പ്രത്യേകം ഗൈഡൻസ് കൊടുക്കാൻ നമ്മൾ നേരിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കൊണ്ടേ ആക്കിയാലും പാരമ്പര്യങ്ങൾ മാറാൻ പോകുന്നില്ല. പക്ഷെ പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ എന്നാലും നമുക്ക് യുവജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്, നല്ല എൻവയോൺമെൻറ്റ് സൃഷ്ടിച്ചു കൊടുക്കുക, സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ സൈക്കോളജി പഠിച്ച ഒരാളാണ് ഞാൻ. ഈ സൈക്കോളജി പഠിച്ചപ്പോൾ അതിനകത്ത് ഞാൻ പഠിച്ചത് നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല പിള്ളേരുണ്ടാവും, പിഴച്ച തന്തയ്ക്കും തള്ളയ്ക്കും പിഴച്ച പിള്ളേരുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കൗൺസിലിംഗ് രംഗത്തെ അനുഭവത്തിൽ നിന്ന് അത് തെറ്റാണെന്ന് പറയും. കാരണം നല്ല ഒന്നാന്തരം അപ്പനും അമ്മയ്ക്കും പിഴച്ച പിള്ളേരെ കാണുന്നുണ്ട്. കള്ളു കുടിക്കാത്ത അപ്പനും ബാറിൽ നിന്ന് ഇറങ്ങാത്ത മക്കളെ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. തിരിച്ചും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത അപ്പന്മാർക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത നല്ല പിള്ളേരെയും നമ്മൾ കാണാറുണ്ട്. സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വീട്ടിൽ കിട്ടുന്നതുണ്ട്, പുറത്തുനിന്ന് കിട്ടുന്നതുണ്ട്, മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്നതുണ്ട്, അവരുടെ അധ്യാപകരിൽ നിന്ന് കിട്ടുന്നതുണ്ട്. ഇതെല്ലാം നല്ല സാഹചര്യങ്ങളെ അവർക്ക് കിട്ടാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ക്യാരക്ടർ ഫോർമേഷൻ നല്ലതാകും. ഇവിടെയാണ് അവർ റോൾ മോഡലുകളെ കണ്ടെത്തുന്നത്. റോൾ മോഡലുകളെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ പണ്ട് കുടുംബത്തിൽ തന്നെ നമുക്ക് നല്ല റോൾ മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പനോ വല്യപ്പനോ അപ്പാപ്പനോ അമ്മാവനോ അമ്മായിയോ ആരെങ്കിലുമൊക്കെ നമുക്ക് റോൾ മോഡൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഇല്ല. കാരണം നമ്മുടെ വീടുകളെല്ലാം ചെറിയ ചെറിയ വീടുകളാണ്. വലിയ ബന്ധങ്ങളൊക്കെ വളരെ കുറഞ്ഞു. ജോലിക്ക് വേണ്ടി, പഠിക്കാൻ വേണ്ടി നമ്മൾ വീട് വിട്ട് അകന്ന് താമസിക്കുന്നു, ടൗണിലേക്ക് മാറുന്നു, വലിയ വലിയ സിറ്റീസിലേക്ക്. അപ്പോൾ വീടുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറഞ്ഞു. പലപ്പോഴും ഞാൻ ഈ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, പിള്ളേരിപ്പോൾ ഫിലിം സ്റ്റാർസിനെയും ഓരോ പ്രായത്തിൽ അവരെ സ്വാധീനിക്കുന്നത് ഓരോരുത്തരാണ്. കൊച്ചു ക്ലാസ്സിൽ ഇപ്പോൾ സ്കൂളിൽ അധ്യാപിക എന്നുള്ള നിലയിൽ അറിയാലോ, കൊച്ചു ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും ഡോക്ടറാകണം, എൻജിനീയർ ആകണം. ആ സമയത്ത് കുറേ കഴിയുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറും. കാരണം നമുക്കറിയാം, കാരണം ഇവിടുത്തെ എൻജിനീയറിംഗ് കോളേജുകളിൽ എന്തുമാത്രം കുട്ടികൾ പഠിക്കുന്നു, എത്ര പേര് എല്ലാം ഫുൾ പാസ്സായി പുറത്ത് വരുന്നു. അപ്പോൾ അവരുടെ ആ റോൾ മോഡലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ വീട്ടിൽ റോൾ മോഡൽസിനെ കിട്ടുന്നില്ല. അതിനൊരു കാരണമുണ്ട്, മാതാപിതാക്കൾ ഒരു കാരണമാണെന്നാണ് ഞാനിപ്പോൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. കാരണം ഇപ്പോൾ അമ്മ പറയുന്നത് അപ്പനെ പോലെ ആവണ്ട, മോനെ നീ പഠിച്ച് രക്ഷപ്പെട്ട് ജോലി കിട്ടി വന്നിട്ട് വേണം അമ്മയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ, അതുകൊണ്ട് ഈ അപ്പനെ പോലെ ആവണ്ട. ഇനി അപ്പനും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം മാതാപിതാക്കൾക്ക് റോൾ മോഡൽ ആവാൻ പറ്റുന്നില്ല. പിന്നെ എവിടുന്ന് ഈ കുട്ടികൾക്ക് റോൾ മോഡലിനെ കിട്ടുന്നത്? അവരെപ്പോഴാണ് മറ്റ് പല ഇതിലേക്കും പോകുന്നത്. പല 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 ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളൊക്കെയിലേക്ക് പോകുന്ന റോൾ മോഡൽസ്. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട ഘടകം കേട്ടോ. കാരണം ഈ യുവത്വം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം വരുന്നതല്ലല്ലോ, അത് പടിപടിയായിട്ട് വരുന്നതാണ്. പണ്ടത്തെ യുവത്വം ഇന്നത്തെ യുവത്വം തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. കാരണം പണ്ട് യൗവനം എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഒരു 13-14 കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് അഡോളസൻ സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ടീനേജൊക്കെ പോയി, ഏതാണ്ട് ബിറ്റ്വീൻ 11 and 21 ആ യുവത്വം തുടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട കാലഘട്ടം. അതായത് നേരത്തെ തുടങ്ങുന്നു. പിന്നെ 60 ആയാലും ഞാൻ യുവാവാന്നാണ് പറയുന്നത്. പണ്ടങ്ങനെ പണ്ട് 44-45 ആകുമ്പോൾ യൗവനം തീരും. അത് യുവത്വത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ്, അവർ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, വസ്ത്രധാരണ രീതികൾ ഒക്കെ അവരിൽ ഒത്തിരി ഇമോഷണൽ ചേഞ്ചസ് വരുന്നു. പിന്നെ കൂട്ടുകാരുടെ സ്വാധീനം, പിയർ ഗ്രൂപ്പ്സ് ഒത്തിരിയുണ്ട്. സമവയസ്ക സമൂഹങ്ങളാണ് ടീനേജിൽ നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. അല്ല, അത് വരണം. അത് പേരൻസ് ഭയങ്കര പേടിയോടെ കാണുന്നൊരു സാധനമാണ്. പല പേരൻസും വന്ന് പറയുന്നു അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്നോട് തറുതല പറയുന്നു, എപ്പോഴും ബാക്ക് ആൻസർ പറയും, ഇതൊക്കെ പേരൻസ് പറയും. പക്ഷേ ഈ പിയർ ഗ്രൂപ്പ്സിന്റെ സ്വാധീനം ആവശ്യമാണ്. ഇന്നത്തെ പിള്ളേർക്ക് 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് തൊട്ട് പിള്ളേർ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പ്ലേ സ്റ്റേഷനും എക്സ്പോസും ഐപാഡും ഒക്കെ യൂസ് ചെയ്യുന്ന പിള്ളേർക്ക് ഇങ്ങനെ കൂട്ടുകാരൊത്ത് കളിക്കാനോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്ലേ സ്റ്റേഷനും ഇതുമൊക്കെ ഈ പിള്ളേരുടെ കയ്യിൽ പേരൻസ് കൊടുക്കുന്നതല്ലേ? ഈ 1ാമത്തെ ബർത്ത്ഡേക്കും 2ാമത്തെ ബർത്ത്ഡേക്കും ഐപോഡ് കൊച്ചിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പിള്ളേർ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന വലിയ വലിയ സംഭവങ്ങളാണ്. പഴയ പോലുള്ള ഉടുപ്പോ അല്ലെങ്കിൽ പാദസരമൊന്നും അല്ല ഇപ്പോൾ കൊടുക്കുന്ന വലിയ വലിയ സംഭവങ്ങളാണ്. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാണുന്നതും കേൾക്കുന്നതും അവരെ സ്വാധീനിക്കും. അതെ, പേരൻസ് ഉദ്ദേശിക്കുന്ന അവരുടെ ശല്യം കുറച്ചൊന്ന് മാറി കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ്. അതും കളിച്ചുകൊണ്ട് അവിടെ ഇരുന്നോളുമല്ലോ. അതിൻ്റെതായ ദോഷങ്ങൾ നമ്മുടെ പിള്ളേർക്കുണ്ട്. ഇപ്പം ഈ യുവത്വം, അതായത് ഇപ്പോഴത്തെ യുവാക്കളെല്ലാം മോശമാണെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. നല്ല പിള്ളേർ ധാരാളം. കാരണം നമ്മുടെ സംഘടനകൾ, ഇപ്പം ജീസസ് യൂത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഐക്കഫ്, നമ്മുടെ ഇപ്പോൾ ഇതുണ്ടല്ലോ, യൂത്ത് പോലെ യുവജന പ്രസ്ഥാനങ്ങൾ ധാരാളമുണ്ട്. അതിലൂടെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ നല്ല ദൈവഭയമുള്ളവരും നല്ല ചിന്താശക്തിയുള്ള പിള്ളേരും ധാരാളം വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ശതമാനം മോശമാകുന്നുണ്ട്.
ഈ മോശമാകുന്നത് നമ്മൾ പറയുന്നത് അവരെ സ്വാധീനിക്കുന്ന ഇന്നത്തെ കാര്യങ്ങളാണ്. പക്ഷെ അതിന് പാരൻസിനൊരു പ്രധാനപ്പെട്ട റോളുണ്ട് കുട്ടികളെ വളർത്തുന്നതിൽ. ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ പാരൻസിന്, ഭയങ്കര ഭയങ്കര. അതുകൊണ്ട് ഈ പ്രഷർ കൊടുക്കുകയാണ് പിള്ളേർക്ക്. 5ാം ക്ലാസ് ഒക്കെ മുതൽ പഠിക്കും. എനിക്കാണെങ്കിലും അറിയാം, സ്കൂളിൽ തന്നെ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, ഈ രണ്ട് ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ കോച്ചിങ് ഏത് സ്കൂളിൽ കിട്ടും, എവിടെ കിട്ടും, ഏത് കോച്ചിങ് സെൻ്ററാണ് അത് നടത്തുന്നത്, അതിനുവേണ്ടി തന്നെ സ്കൂൾ വരെ മാറി. അതെനിക്ക് തോന്നുന്നത് എന്നാണെന്നറിയാം, മാതാപിതാക്കളുടെ സ്റ്റാറ്റസ് സിമ്പിളായി മാറിയിരിക്കുകയാണ്. കൊച്ചെന്നെ അടുക്കുന്നതെന്ന് ചോദിച്ചാൽ അയ്യോ അവൻ എഞ്ചിനീയർ UK അല്ലേ, മോളോ അവൾ മെഡിസിൻ കഴിഞ്ഞു, അത് അവളിപ്പോൾ വെല്ലൂർ. ഇത് പറയാനാണ് പേരൻസിന് ഇഷ്ടം. അവനെ ഗ്രാജുവേഷൻ ചെയ്യുന്നെന്നോ, അല്ലെ അത് കഴിഞ്ഞ് പപ്പയെ സഹായിക്കുന്നെന്നോ, അല്ലെ അവൻ വീട്ടിലുണ്ടെന്നോ, കല്യാണം കഴിച്ച് ഞങ്ങളുടെ കൂടെയാണെന്നോ, ഇതൊന്നും പറയാൻ ആർക്കും ഇഷ്ടമില്ല പേരൻസിന്. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഏറ്റവും വലിയ വരുമാന മാർഗമായി മക്കൾ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ ലാഭമാണ് ലോൺ എടുത്ത് കൊച്ചിനെ പഠിപ്പിച്ച് പുറത്ത് വിട്ട്, ഈവൻ നഴ്സിംഗ് ആണെങ്കിലും മതി, UK എവിടെയെങ്കിലും വിട്ട്, അപ്പോൾ റിട്ടേൺ ഉണ്ട്. അപ്പം മാതാപിതാക്കളുടെ കണ്ണ് അങ്ങനെ ഒരു മനസ്ഥിതിയിലേക്കുമായി. അതുകൊണ്ട് ഈ പിള്ളേർക്ക് ഒത്തിരി പ്രഷർ കൊടുക്കുന്നത്. മാഡം, നമ്മുടെ ഈ പ്രോഗ്രാം യുവാക്കളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ അതിനുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മാഡം തന്നെ പറഞ്ഞു, അന്നത്തെ യുവാക്കളും ഇന്നത്തെ യുവാക്കളെല്ലാം ഒരുപോലാണ്. പക്ഷേ എങ്കിലും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ യുവാക്കളിൽ പൊതുവായി കാണപ്പെടുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് കാണുമല്ലോ, അതെന്തൊക്കെയാണെന്നൊന്ന് തീർച്ചയായിട്ടും. അതെ, ഈ യൗവനത്തിലേക്ക് വരുമ്പോൾ ടോട്ടലി നമുക്ക് ശാരീരിക മാനസികമായ ഒരു വ്യത്യാസം വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ ഹോർമോൺ ടോട്ടലി ചേഞ്ച് ചെയ്യുന്നു. അത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. തലച്ചോറിലെ തലാമസും പിറ്റ്യൂട്ടറിയും കൂടെ പ്രവർത്തിച്ചിട്ട് ആൺകുട്ടികളിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണ്, പെൺകുട്ടികളിൽ ഈസ്ട്രോജൻ പ്രോജസ്ട്രോൺ എന്ന് പറയുന്ന 2 ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവർ പെട്ടെന്ന് അല്പം പൊക്കം വയ്ക്കാൻ തുടങ്ങും. അവരുടെ ബോഡി ഷേപ്പിൽ ഇത്തിരി മാറ്റം വരും, ഇത്തിരി ഭംഗി, അവരിത്തിരി ബ്യൂട്ടി കോൺഷ്യസ് ആവും. ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നതോടൊപ്പം തന്നെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവർ പൊട്ടിത്തെറിക്കും. ആരോടെന്നില്ലാതെ മറുപടി പറയും. അവർക്ക് ഉപദേശികളെ ഇഷ്ടമല്ല, ഉപദേശങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. അവർക്കിഷ്ടം അവരുടെ ഫ്രണ്ട്സിനെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ സമയത്ത് ഇവർ ഒത്തിരി ഡേ ഡ്രീംസ്, ദിവാസ്വപ്നം കാണാൻ തുടങ്ങും. അപ്പോൾ ദിവാസ്വപ്നങ്ങളിൽ ഒരു പെണ്ണോ ഒരാണോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആൺപെൺ സൗഹൃദങ്ങൾ കൂടും. ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും. അപ്പോൾ അവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഒരു പെണ്ണും, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഒരാണും ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണത്. ഇല്ലെങ്കിൽ എന്തോ ഒരു നാണക്കേട് പോലെയാണ് അവർക്ക്. അതേപോലെ തന്നെ ഈ സമയത്ത് അവർ ഹീറോ വർഷിപ്പ്, ചില പ്രത്യേക ഹീറോസിനെ അവർ വർഷിപ്പ് ചെയ്യുന്നു, പടങ്ങൾ ശേഖരിക്കുന്നു, വീട്ടിലും എല്ലായിടത്തും കൊണ്ട് ഒട്ടിച്ചു വയ്ക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഭ്രാന്ത് വരും. അതാണ് ഇതൊക്കെ പൊതുവെയുള്ള ഒരു സ്വഭാവവിശേഷങ്ങളാണ്. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേർ, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ സ്കൂൾ ഫസ്റ്റായി 100ൽ 100 വാങ്ങിച്ചുകൊണ്ടിരുന്ന പിള്ളേർ പഠിത്തത്തിൽ പുറകോട്ട് പോകും. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി ഒക്കെ വരുമ്പോഴത്തേക്ക് അവർ വളരെ പുറകിൽ പോകും. മാതാപിതാക്കൾക്ക് ആശങ്കയോ എന്താ എൻ്റെ കൊച്ചിന് പറ്റിയത്. അപ്പോഴാണ് അവർ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്. ഈ കുട്ടി ഇങ്ങനെ ആയിരുന്നില്ല, സ്കോളർഷിപ്പ് വാങ്ങിച്ചതാണ്, ഫുൾ മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്, ഇതിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചസ് ഇവരിൽ വരുത്തുന്ന ഒരു വ്യത്യാസമുണ്ട്. അവരുടെ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. ഈ സെക്ഷുവാലിറ്റിയോട് ബന്ധപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കും. അവർ കേൾക്കുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ബഹളമുള്ള പാട്ടായിരിക്കും. ഡിവോഷണൽ സോങ് മാത്രം കേൾക്കണമെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് പറ്റത്തില്ല ആ സമയത്ത്. അപ്പോൾ അവർ എതിർക്കാൻ തുടങ്ങും. അപ്പോൾ എതിർക്കുമ്പോൾ വീട്ടുകാർ വിചാരിക്കുന്നത് ഇവനെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. അതാണ് പൊതുവെയുള്ള ഒരു എല്ലാ യുവജനങ്ങളിലും വരുന്ന വ്യത്യാസം. എല്ലാ സ്വഭാവവും എല്ലാവർക്കും ഇല്ലെങ്കിലും. പക്ഷെ ഇന്നത്തെ കേസുകളിൽ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് ഉറക്കം കെടുത്തുന്ന കേസുകൾ വരുന്നുണ്ട്. എനിക്ക് വന്ന കേസുകളിൽ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണിന് 18 കാമുകന്മാർ ഒന്നൊരു കേസാണ്. പിന്നെ എനിക്ക് വരുന്നത് നമ്മുടെ ഇവിടെ ഈ ബംഗാളികളും ഒക്കെ ആയിട്ട് പ്രണയത്തിലാകുന്ന, അവർക്ക് മലയാളം അറിയില്ല, ഇവർക്ക് ഹിന്ദി അറിയില്ല, പക്ഷെ അവർ പ്രണയത്തിലാണ്, ഭാഷ വേണ്ട. പിന്നെ എനിക്ക് വന്നതിൽ 22 വയസ്സുള്ള വേണ്ട 52കാരൻ്റെ കൂടെ പോയത്, 17കാരി 38കാരൻ്റെ കൂടെ പോയത്, 26കാരൻ 48കാരിയൊക്കെ എട്ടിയത്. അതായത് ഇതെല്ലാം തലതിരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഈ യൗവനത്തിൽ തലതിരിഞ്ഞ് ചിന്തിക്കാം. അവരുടെ ഇഷ്ടങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് ആ സമയത്ത് കൊടുക്കാത്തതോ അല്ലെ വീട്ടിലെ ആ ഒരു സമാധാനക്കേടൊക്കെ കാണും. അപ്പനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, വീട്ടിൽ അവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ആരോട് തുറന്നു പറയാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരിങ്ങനെ പോകുന്നത്. സ്നേഹം നോക്കി പോകുന്ന ഒരു സ്നേഹം വേണം, ആ സമയത്ത് സ്നേഹം വേണം. പക്ഷെ എപ്പോഴും വഴക്ക് കേട്ടോണ്ടിരുന്നാൽ പറ്റത്തില്ല. പക്ഷേ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു, നല്ല ഷൂ വാങ്ങിച്ചു കൊടുത്തു, ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇതൊന്നും സ്നേഹമല്ല.
അത് സ്നേഹമായിട്ട് മാതാപിതാക്കൾ കൗണ്ട് ചെയ്യുകയാണ്. ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് പൊതുവിൽ വരുന്ന ഒരു നിഷേധാത്മക സ്വഭാവം, അത് യൗവനത്തിൽ എന്നും തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. അത് ചിലപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. സ്കൂളിൽ തന്നെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. +1 +2 കാലഘട്ടം ഇവരെ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഇവരുടെ ഈ ഹോർമോണൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. പിന്നെ എതിർക്കാൻ പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. അവർ കൊച്ചിലെ കണ്ടത് അതല്ലേ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അമ്മ അപ്പം കൂടെ വഴക്ക് പിടിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ട് കുഞ്ഞിലെ മുതൽ അവരതാ മനസ്സിലാക്കിയത്. ഏറ്റവും കാര്യങ്ങൾ ഇപ്പോൾ ഒരു കൊച്ചിനൊരു കാര്യം വേണമെങ്കിൽ അത് കരയും, ഉടനെ കിട്ടിയില്ല അത് വീണ്ടും ഉറക്കെ കരയും. അങ്ങനെ ഉറക്കെ കരഞ്ഞ് കൊച്ചു കാര്യം സാധിക്കും. നമ്മളൊരു കാര്യം ഒരു കൊച്ചിന് കൊടുക്കത്തില്ല നമ്മൾ പിടിച്ചു വെച്ചു, അവൻ പല പ്രാവശ്യം കണ്ടു നിലത്ത് കിടന്നു, എന്നാൽ ദേ കിടക്കുന്നു, നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പൊ അവന് മനസ്സിലാകും ഏറ്റവും നല്ല ആയുധമാണിത്. യുവജനങ്ങള് അതൊരു ആയുധം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളും യുവാക്കളും തമ്മിൽ കുടുംബത്തിൽ നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ, നല്ലൊരു റിലേഷൻഷിപ്പ്, ആൺകുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് അപ്പന് മാറാം, പെൺകുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് അമ്മയ്ക്ക് മാറാം. അപ്പോൾ അവരുടെ വളർച്ചയിലെ ചിന്തകളും പിന്നെ ഡ്രസ് കോഡ്, ശരിക്കും മനുഷ്യനിൽ വികാരം ഉണ്ടാക്കാൻ ഡ്രസ്സിനൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. കുട്ടികളുടെ വസ്ത്രധാരണ രീതികൾ വളരെ വൾഗറായിട്ട് കൊണ്ട് നടക്കുന്ന അമ്മമാരും ഇല്ലേ. അപ്പോൾ ആ വസ്ത്രധാരണ ഇവരിൽ ഇമോഷൻസിനെ ഉണ്ടാക്കാറുണ്ട്, കാണുന്നതും കേൾക്കുന്നതും ഇമോഷൻസിനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ആഹാരം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കഴിച്ചിരുന്ന വീട്ടിലെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന കപ്പയും ചക്കയും ചേമ്പും ചേനയും അല്ലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറ് അതൊക്കെയല്ലേ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ കുർക്കുറെ, ലേസ്, പപ്സ്, പെപ്സി, പാസ്ത, അവരുടെ ആഹാരം മാറി. അതിനകത്ത് കെമിക്കൽസ് ഉണ്ട്, ടേസ്റ്റ് മേക്കേഴ്സ് ഉണ്ട്, പിന്നെ ഹോർമോണുകൾ, ചിക്കനകത്തുള്ള ഹോർമോണുകൾ, ഇതൊക്കെ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. ദേഷ്യം വരാനൊക്കെയുള്ള കാരണങ്ങൾക്കകത്ത് ഈ കെമിക്കൽ ചേഞ്ചസ് ഒരു കാരണമാകുന്നുണ്ട്. പക്ഷേ പിള്ളേർക്ക് അതാണ് ഇഷ്ടം. പണ്ട് നമ്മുടെ വീട്ടിലെ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അമ്മ ഒരു കലം കഞ്ഞി വെക്കും, രാവിലെ അത് ചൂടോടെ കൊടുക്കും, ഉച്ചയ്ക്ക് അതിനകത്തൊന്ന് പൊതിഞ്ഞ് കെട്ടി കൊടുക്കും, വൈകുന്നേരം ഇതേ ചോറ് തണുത്തത് കൊടുക്കും, വൈകിട്ട് ബാക്കിയിരിക്കുന്ന കഞ്ഞിയാക്കി കൊടുക്കും. ഒരു കലം ചോറ് കൊണ്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് ഓരോരുത്തരോടും ചോദിക്കും, മോനെ നിനക്ക് എന്നാടാ വേണ്ടേ? എനിക്ക് ചപ്പാത്തി. മോക്കോടി എനിക്ക് പൂരി മതി, പപ്പയ്ക്ക് പുട്ട് മതി. അപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡ് അമ്മ അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് അവൻ കഴിക്കത്തില്ല. അവനെ അങ്ങനെ ആക്കുന്നതിൽ അമ്മയ്ക്കൊരു പങ്കുണ്ട്. പിന്നെ ഈ ഫുഡ് ഹാബിറ്റ്സ് അവരിൽ ഒത്തിരി ഇമോഷണൽ ചേഞ്ചസ് വരുത്തും കേട്ടോ. പിന്നെ വസ്ത്രധാരണം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പിള്ളേർ ഇടുന്ന ഡ്രസ്സ്, ഒത്തിരി പിള്ളേർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്നു. ഒരു പരിധിവരെ പിള്ളേരുടെ വസ്ത്രധാരണം അതിനൊരു കാരണമാണ്. പിന്നെ കാണുന്നതും കേൾക്കുന്നതും അവരിൽ ഇമോഷൻസിനെ ഉണ്ടാക്കും. നമ്മൾ പണ്ടത്തെ ഒരു റേഡിയോയ്ക്കകത്തോട്ട് കേട്ട പാട്ടല്ല പിള്ളേർ കാണുന്നത്, അവർ ജസ്റ്റ് അതെല്ലാം കാണുമ്പോൾ അതും ഇമോഷൻസിനെ ഉണ്ടാക്കും. ഇതെല്ലാം പിള്ളേരെ കുറ്റം പറയാൻ പാടില്ല, ഇതെല്ലാം ഇവരിലെ ഇമോഷണൽ ചേഞ്ചസ് വരുത്തുന്നു. ഹോർമോൺ ഉണ്ട്, കെമിക്കൽ ചേഞ്ചസ് ഉണ്ട്, ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്, വസ്ത്രധാരണം ഉണ്ട്, ഇതൊക്കെ അവരിലെ മാറ്റങ്ങളുടെ കാരണങ്ങളാണ്. മാഡം ഇപ്പം യുവജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ പൊതുവായ ചില പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. ഈ ദേഷ്യവും ഈ സ്വഭാവ വൈജാത്യങ്ങളും ഒക്കെ എല്ലാവരിലും ഉണ്ട്. ഇതിന് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, യുവജനങ്ങളെ മനസ്സിലാക്കുക. അവരെ മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ്. എപ്പോഴും കുറ്റപ്പെടുത്താതിരിക്കുക. അവരെ നമ്മൾ കുറച്ചും കൂടി ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. ഓരോ പ്രായത്തിലും അവർക്ക് വേണ്ട ഗൈഡൻസ്. നമ്മളിപ്പോൾ പൊതുവേ സ്കൂളിലോ കോളേജിലോ വല്ല ക്ലാസ്സുകൾ കൂടുന്നതല്ലാതെ മാതാപിതാക്കൾക്ക് തന്നെ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള മാതാപിതാക്കൾ നല്ല അറിവുള്ളവരാണെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ അറിവുള്ളവരുടെ അടുത്ത് അവർക്ക് നല്ല അറിവ് കൊടുക്കുക. ഇതിൻ്റെ വളർച്ചയുടെ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകും, സാരമില്ല, ഒരു 21-22 വയസ്സ് കഴിഞ്ഞ് നിൻ്റെ ആ ഒരു ഹോർമോണൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന പ്രായം വരുമ്പോൾ ഇതൊക്കെ ശരിയാവും, അങ്ങനെയൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പിന്നെ മാതാപിതാക്കൾ ഈ ബഹളം വെച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചുങ്ങളൊന്ന് ദേഷ്യപ്പെട്ടാൽ ഉടനെ ആകാശം ഇടിഞ്ഞു വീഴുമെന്നും പറഞ്ഞ് ഇവരെന്തിനാ ഇത്ര ഓട്ടം ഓടുന്നത്? ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ അത് പിള്ളേർക്ക് കൂടുതൽ വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നൊരു കാര്യമാണ്. കാരണം പിള്ളേർ ഇഷ്ടപ്പെടുന്ന, അവർക്ക് ആ സമയത്തിൽ ഏറ്റവും നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു കാലം, സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാലം, അവരെ പ്രകൃതിയിലേക്കൊന്ന് ഇറക്കി വിടാൻ, പെരയ്ക്ക് അകത്തേക്ക് കയറ്റാതെ പുറത്തേക്ക് ഇറക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇപ്പം നമ്മളെല്ലാവരും അകത്തോട്ടാണ് ഓടിക്കയറുന്നത്. പണ്ടെല്ലാവരും പുറത്തോട്ട് ഇറങ്ങി പോകുമായിരുന്നു. പിള്ളേരെ നല്ല സംഘടനകളുണ്ട്. പള്ളിയിലാണെങ്കിൽ തന്നെ നമുക്ക് എന്തൊക്കെ സംഘടനകളുണ്ട്. ചില മാതാപിതാക്കൾ ഒന്നിനും വിടത്തില്ല, അവരുടെ അടുത്ത് തന്നെ വെച്ചേക്കും. ഞായറാഴ്ചയും കൂടെ ട്യൂഷൻ, അവധിക്കാലത്ത് ട്യൂഷൻ, എല്ലാ ദിവസവും അവരെന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ചിലർ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. അതായത് വെളിയിൽ പോയി ഒരു യുവാവിനോടല്ല യുവതിയോട് മിണ്ടി കഴിഞ്ഞാൽ ഉടനെ പ്രേമമായി, അങ്ങനെ
അതിൽ നിന്നൊക്കെ അങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒത്തിരി പ്രൊട്ടക്റ്റഡ് ആക്കുന്നതും തീർച്ചയായിട്ടും പിള്ളേരെ അങ്ങനെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യണം വേണ്ടെന്നല്ല, ഓവർ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് വേറെ പഴുതുകൾ ഉണ്ടാക്കാൻ അറിയാം. അന്നേരം അവർ കള്ളം പറയാൻ പഠിക്കും. അമ്മയോടും അപ്പനോടും അവർ സത്യം പറയത്തില്ല. അതാണ് ആ പ്രായത്തിൽ എല്ലാവരും വന്ന് പറയുന്നത് മോഷ്ടിക്കുന്നു, കള്ളം പറയുന്നു. അത് വേറൊരു പ്രശ്നമാണ് കേട്ടോ. അവർ കള്ളവേ പറയത്തുള്ളെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അവർ കള്ളം പറയും. കള്ളം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ സമ്മതിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ പിന്നെ കള്ളം പറയാതെ പറ്റത്തില്ലല്ലോ. ഒരു സിനിമയ്ക്ക് ഒരു കൂട്ടുകാരൻ്റെ കൂടെ പോകാനൊരു അനുവാദം ചോദിച്ചാൽ കൊടുക്കത്തില്ല. പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് കാണാൻ പോകും. അപ്പോൾ അതേസമയം നീ പൊക്കോ, അല്ലെങ്കിൽ പപ്പ ടിക്കറ്റ് എടുത്ത് തരാം, അല്ലെങ്കിൽ നീ പോയിട്ട് വാ, ഒരു ദിവസം പോയിട്ട് വരട്ടെ, അത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്നും അറിയാമല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ഈ പിള്ളേർക്ക് ഒത്തിരി ഈ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്ന അഴുക്കാം. ഈ പറയുന്ന സ്നേഹമൊന്നും ഈ പിള്ളേർക്ക് മാതാപിതാക്കളോടില്ല. അത് മാതാപിതാക്കൾ മനസ്സിലാക്കിയിരുന്നതല്ല. അല്ല, പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനു മുമ്പ് തന്നെ മനസ്സിലാകുന്ന പ്രായത്തിൽ തൊട്ട് തന്നെ വരും വരാഴികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒരിക്കലും വഴിതെറ്റാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, പറഞ്ഞു കൊടുക്കണം. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിനക്കറിയാവോ, ഞാനിങ്ങനൊന്നും ആയിരുന്നില്ല. എൻ്റെ പ്രായത്തിൽ ഞാൻ നല്ല ഉടുപ്പിട്ടില്ല, നല്ല ചെരുപ്പിട്ടില്ല. നിനക്കറിയാവോ, ഞാൻ കഞ്ഞി മാത്രം കുടിച്ചാ പോയത്. നിനക്കൊക്കെ എന്നാത്തിൻ്റെ കേടാ, നിനക്കൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ പിള്ളേർക്ക് എങ്ങനെ ചൊറിച്ചിൽ വരാതിരിക്കും? ഞാൻ 7.5 കിലോമീറ്റർ നടന്നാ സ്കൂളിൽ പോയത്, നിനക്കൊക്കെ കാർപോർച്ചിൽ നിന്ന് കയറാമല്ലോ. ഞാനൊക്കെ ഒറ്റ പെൻസിൽ കൊണ്ടാടാ ജീവിതം മുഴുവൻ എഴുതിയത്, നിനക്കൊക്കെ പെൻസിൽ അട്ടിക്കണക്കിന് ഞാനിവിടെ ഇതാ പറയുന്നേ. ഇങ്ങനല്ല ഉപദേശിക്കുക. ഇങ്ങനെ ഉപദേശിച്ച ആർക്കാ ദേഷ്യം വരാതെ? പിള്ളേരോട് പറയേണ്ട രീതിയിൽ പറയണം. മക്കളെ, ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാകുന്നതാണ്. ഞാൻ പറയുന്ന മാതാപിതാക്കൾ കറക്റ്റായിട്ട് ചെലവിടുന്നുണ്ട്, മക്കൾ വരവ് വെക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ കണക്ക് ടാലിയല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കണക്ക് ടാലിയാക്കി പോകണം. അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് അപ്പൻ്റെ ശമ്പളം ഇത്രയാണ്, അല്ല അമ്മയുടെ ശമ്പളം ഇത്രയാണ്, മക്കളെ നമുക്ക് ഇതിനകത്തൊക്കെ ഇത്ര നിങ്ങൾക്ക് ഫീസ് കൊടുക്കണം, ഇത്ര നമുക്ക് വീട്ടിൽ ചിലവ്, നമുക്കൊരു കുടുംബ ബഡ്ജറ്റൊക്കെ ഇത്രയൊക്കെ വെച്ച് ഉണ്ടാക്കണം. മക്കൾ അതിനകത്ത് നിന്നുള്ള കളിയൊക്കെ നിങ്ങൾ കളിക്കും. അപ്പയ്ക്ക് മനസ്സിലാകും, അല്ലെ അമ്മയ്ക്ക് മനസ്സിലാകും. അങ്ങനെ പിള്ളേരോട് പറഞ്ഞു കൊടുത്ത് അവരൊന്നും ഇതങ്ങനല്ല. പല പേരൻസും പറയുന്നതെന്നറിയോ, ഞാൻ എൻ്റെ കുഞ്ഞിനെ വിഷം അറിയിക്കാതെ വളർത്തി. മാഡത്തിന് കേൾക്കണോ, പൈസ ഉണ്ടായിട്ടില്ല, കടം വാങ്ങിച്ച അമ്മക്ക് ആരാണ്ട് പറഞ്ഞായിരുന്നോ കടം വാങ്ങിച്ചു കൊടുക്കാൻ? അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തതെല്ലാം എൻ്റെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. അതും ദോഷമാണ്. രണ്ട് എക്സ്ട്രീമെൻസും പാടില്ല. അപ്പോൾ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധ്യപ്പെടുത്തുക, എവിടുന്നായി കാശുണ്ടാകുന്നത്, അതെന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, മക്കളുടെ റോൾ എന്താണ്, അത് മക്കൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ എനിക്ക് തോന്നുന്നില്ല അവരത്രയധികം വഴി പിഴച്ചു പോകുമെന്ന്. പിന്നെ വഴി പിഴച്ചു പോകുന്നെങ്കിൽ മദ്യം, മയക്കുമരുന്ന് ഒക്കെ ഒത്തിരി ഘടകങ്ങളുണ്ട്. അതും പലരും കുടിക്കാനൊക്കെ പഠിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ തന്നെയാണ്. അത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ യുവജനങ്ങളെ കംപ്ലീറ്റ് പഴി ചാരാതെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ നട്ടല്ലെന്ന് പറയുന്ന അവരെ കരുതുക. നമ്മൾ കൂടുതൽ സ്നേഹിക്കുക, കരുതുക, അവരെ മനസ്സിലാക്കുക, അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടണം. കാരണം എല്ലാ എനർജിയും നമുക്ക് വേറെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവരുടെ ഈ സമയത്ത് ഉണ്ടാകുന്ന ആ സെക്ഷുവാലിറ്റി അതും ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് അവരിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ഫലങ്ങൾ എടുക്കാം. അതിനുള്ള ഒരു ബോധ്യം മുതിർന്ന തലമുറയ്ക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല പേരൻറ്റിങ് ഉണ്ടെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾ വളരും, കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരും. നല്ല രീതിയിൽ അവരുടെ എല്ലാ കാലഘട്ടങ്ങളും, യൂത്ത് ആണെങ്കിലും പിന്നീടുള്ള കാലഘട്ടങ്ങളും നല്ലൊരു ജീവിതവും ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവും. നല്ല പേരൻറ്റിങ്ങിലൂടെ നമ്മുടെ യുവതി യുവാക്കളെ നമുക്ക് നേർവഴിയിലൂടെ നയിക്കാം. ഇതിനുതകുന്ന പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി.